പുതിയ മണം, പുതിയ രീതികൾ, ആളാകെ മാറിപ്പോയി. മാറൂടി, മാറും. പണം വന്നു കഴിഞ്ഞാൽ അതെന്തിനേയും മാറ്റും. നീ കണ്ടോ? നമ്മളെയൊന്നും മറന്നേക്കല്ലേ? അങ്ങനെ മറന്നാ നിന്നെ തേടി വരുവോ ഞാൻ? ഓ, ഇങ്ങനെ ചിരിക്കാതെടി മോളെ. എന്റെ ഭാഗ്യനിധി ഞാൻ കണ്ടെത്തി കഴിഞ്ഞു ചേട്ടാ. ആൻ്റപ്പാ നീ പോകല്ലേ? എന്നാ മുറുക്കാൻ അകത്തിരുന്ന് കഴിക്കാം, വാ. പതുക്കെ നടക്ക്. അമ്മേ, ഞാൻ കുളിക്കാൻ പോവാട്ടോ. ചെന്ന് നോക്കാം. കേറി. ഞാനല്ല, ഈ തള്ളി വിടുന്നു. അവളെന്നെ വേണ്ടെന്ന് പറഞ്ഞു. ഇനി എനിക്ക് ആരുണ്ട്? ഞാനിനി ആയോ? മാറ് മാറ് മാറങ്ങോട്ട്. അയ്യോ അമ്മച്ചി, ഞാനെന്റെ പെണ്ണിനെ കണ്ടുപിടിച്ച്. പാൽക്കാരിയാ. ഇവർക്ക് ഒറ്റ നിർബന്ധം ഉണ്ടായിരുന്നുള്ളൂ, അമ്പലത്തിൽ വെച്ച് താലി കെട്ടണമെന്ന്. വാ. മാല താഴെ ഇടടാ. എടാ മാല താഴെ ഇടടാ. എടാ നിന്റെ അമ്മച്ചാ പറയുന്ന മാല താഴെ ഇടടാ. അയ്യോ അയ്യോ എടാ, നീ ഈ പാൽക്കാരി പെണ്ണിനെങ്ങാനും വിളിച്ചോണ്ട് വിട്ടോട്ട് വന്നാൽ നിന്റെ മുട്ടുതലയിൽ ഒടുക്കും ഞാൻ. അയ്യോ, എന്റെ മകൻ നീ കറന്നോ? നടക്കില്ല മുതലാളി. മതിപ്പ് വിലയുടെ പകുതി പോലും കിട്ടാത്ത അവസ്ഥയില എനിക്ക് അടിയിൽ ഉറപ്പിക്കേണ്ടി വന്നത്. അത് എന്റെ ഗതികേട്. പക്ഷെ ഇപ്പൊ ഫിക്സ് ചെയ്ത എമൗണ്ട് തരില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ? താൻ ചൂടാവാതടൂ. ഈ ഹൗസ് ബോട്ട് ബിസിനസ് എന്ന് പറഞ്ഞാൽ അത്ര ലാഭമുള്ള ബിസിനസ് ഒന്നും അല്ല. പിന്നെ എന്റെ അപ്പം കെട്ടുവെള്ളം ഒന്നും ഇരുന്ന ആളായിരുന്നല്ലോ എന്ന സെന്റിമെന്റ്സിന്റെ പേരിൽ ഞാൻ അതൊക്കെ നടത്തുന്നു മാത്രം. അതൊന്നും എന്റെ വിഷയമല്ല. എനിക്ക് മുഴുവൻ കാശും കിട്ടണം. ആണുങ്ങൾ തമ്മിലുള്ള വാക്കാ വലുത്. എന്താടോ പോയ കാര്യം? അവിടെ ചെന്നപ്പോ ജോണിക്കുട്ടിയെ, അപ്പച്ചൻ എന്തിയടാ? അപ്പച്ചൻ കുളിക്കുക. അമ്മച്ചി മാത്തച്ചായ വന്നിരിക്കുന്നു. എന്നാ മിഠായി. എന്തുവാടാ പഠിക്കുന്നേ? മാത്തൻ ചേട്ടനോ? ഇന്ന് നേരത്തെയാണല്ലോ. കേറിയിരിക്കെ. ഇല്ല, ഒന്ന് കൊച്ചി വരെ പോണം, പുലിക്കോട മുതലാളിയുടെ കൂടെ.